The Nazis' attempt to unleash violence against us will be a wild goose chase. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനെ ആക്രമിക്കാനുള്ള നാസികളുടെ വൃഥാശ്രമങ്ങളെ വിവരിക്കാൻ മുൻ UK പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: അതായത് ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടാനുള്ള നാസികളുടെ ശ്രമം ഒരു വൈൽഡ് ഗൂസ് ചേസ് ആയിരിക്കും എന്നാണ്. അതായത് ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യം, എത്ര പിന്തുടർന്നാലും പരിശ്രമിച്ചാലും നേടാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഇംഗ്ലീഷിൽ സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസ് ആണ് വൈൽഡ് ഗൂസ് ചേസ്. അസാസിനേഷൻ, ഫാഷനബിൾ, വൾണറബിൾ എന്നീ വാക്കുകളും ടു ബി ഓർ നോട്ട് ടു ബി, ലവ് ഇസ് ബ്ലൈൻഡ്, മെത്തഡ് ടു മൈ മാഡ്നസ് തുടങ്ങി ഒട്ടനവധി ഫ്രേസും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സംഭാവന ചെയ്ത ഒരു വ്യക്തി. അതുല്യനായ ഒരു പ്രതിഭ, സാഹിത്യത്തിൽ ചെലുത്തിയ സ്വാധീനം അത് വളരെ വലുതാണ്. ജോൺ മിൽട്ടൺ, അലക്സാണ്ടർ പോപ്പ്, ചാൾസ് ഡിക്കൻസ് തുടങ്ങി എണ്ണമറ്റ എഴുത്തുകാരെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് നാടകകൃത്തും കവിയും നടനുമായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ദേശീയ കവിയെന്നും ബേർഡ് ഓഫ് ആവൺ എന്നും വിളിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നിരവധി വാക്കുകളും ശൈലികളും സംഭാവന ചെയ്തു. അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ മനുഷ്യ വികാരങ്ങളുടെ ആഴങ്ങൾ കാണാം. മനുഷ്യന്റെ പ്രതീക്ഷകൾ, ഭയം, വിജയങ്ങൾ, വേഗത ഇവയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി മനുഷ്യരാശിയുടെ നേരെ പിടിച്ച് ആ പ്രതിബിംബത്തിൽ നിന്നും വാക്കുകളും വരികളും രചിച്ച അജയനായ മനുഷ്യൻ. മാക്ബത്ത് ഒരു ദുരന്ത നായകനാകുമ്പോൾ ശിലാഹൃദയവും ഇരുമ്പിന്റെ ഇച്ഛാശക്തിയുമുള്ള ലേഡി മാക്ബത്ത് രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ തന്റെ ഭർത്താവിന്റെ മനസ്സിലേക്ക് അർഹിക്കാത്ത സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമായി നിരപരാധിയായ രാജാവിന്റെ പ്രാണനെടുക്കാൻ കിട്ടുന്ന അവസരം നന്നായി പ്രയോജനപ്പെടുത്തുക എന്നുള്ള ചിന്ത ആ കൊടും വിഷം കുത്തിവെക്കുന്നു. അവസാനം മാക്ബത്തും ലേഡി മാക്ബത്തും ഒരു ദുരന്തപൂർണമായ അവസാനമായി തീരുന്നു. കഥാലോകത്തിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ, നറേറ്റർ പ്രിസ്ക ജോസഫ്. ഇന്നത്തെ കഥ വില്യം ഷേക്സ്പിയറും മാക്ബത്തും. ഷേക്സ്പിയറിന്റെയും മാക്ബത്ത് എന്ന നാടകത്തിന്റെയും ജനനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ ഈ സമയം തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. 1564 ഏപ്രിൽ 23 ഷേക്സ്പിയറിന്റെ ജനനമെങ്കിൽ മാക്ബത്ത് എന്ന അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ ജനനം 1611 ഏപ്രിൽ മാസത്തിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ 47-ാം വയസ്സിൽ. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായും ലോകത്തിലെ മുൻനിര നാടകകൃത്തായും പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ വാർവിക് ഷെയറിലെ സ്ട്രാറ്റ്ഫോർഡ് ഓൺ അവോണിൽ ജോണിന്റെയും മേരി ഷേക്സ്പിയറിന്റെയും മകനായി ഷേക്സ്പിയർ ജനിച്ചു. അവന്റെ പിതാവ് ഒരു കയ്യുറ നിർമ്മാതാവും പട്ടണത്തിലെ ഒരു പ്രമുഖനുമായിരുന്നു. ഷേക്സ്പിയറിന് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു, പക്ഷെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ചേർന്നതായി ഒരു രേഖകളുമില്ല. 1580കളുടെ അവസാനത്തിൽ ലണ്ടനിൽ അഭിനേതാവായും നാടകകൃത്തായും ഷേക്സ്പിയർ തന്റെ കരിയർ ആരംഭിച്ചു. ലോർഡ് ചേംബർലൈൻസ് മെൻ എന്ന നാടക കമ്പനിയിൽ അദ്ദേഹം അംഗമായിരുന്നു. പിന്നീട് കിങ്സ് മെൻ എന്നതറിയപ്പെട്ടു. അദ്ദേഹം കുറഞ്ഞത് 38 നാടകങ്ങളും 154 സോണറ്റുകളും എഴുതി. അദ്ദേഹത്തിന്റെ കൃതികളിൽ ദുരന്തങ്ങൾ, ഹാസ്യങ്ങൾ, ചരിത്രങ്ങൾ, പ്രണയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഹാംലെറ്റ്, മാക്ബത്ത്, മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ദി ടെംപസ്റ്റ് എന്നിവ അദ്ദേഹത്തിന്റെ ചില നാടകങ്ങളാണ്. ശക്തവും ഊർജ്ജസ്വലവുമായ ഭാഷ സ്വീകരിച്ചത് കൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ. കല, സാഹിത്യം, സംഗീതം, സിനിമ എന്നിവയെ സ്വാധീനിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ പാശ്ചാത്യ സംസ്കാരത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഷേക്സ്പിയറിന് 18 വയസ്സുള്ളപ്പോൾ ആനി ഹാത്വേയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 കുട്ടികൾ ഉണ്ടായിരുന്നു: സൂസന്ന, ഹാംനെറ്റ്, ജൂഡിത്ത്. 1616 ഏപ്രിൽ 23 52-ാം വയസ്സിൽ അന്തരിച്ചു. സ്ട്രാറ്റ്ഫോർഡ് ഓൺ അവോണിലെ ഹോളി ട്രിനിറ്റി ചർച്ചിൽ സംസ്കരിച്ചു. സ്വന്തം ജന്മദിനത്തിന്റെ അതേ ദിവസം തന്നെ മരിക്കുക എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ഇൻസിഡന്റിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഷേക്സ്പിയർ.
ഏപ്രിൽ 23 ഷേക്സ്പിയർ ഡേ ആയി ആചരിക്കുന്നു. അല്പം നിഗൂഢതകൾ നിറഞ്ഞ വ്യക്തിയായിരുന്നു ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു: ശവക്കുഴി കൊള്ളക്കാർക്ക് അവന്റെ അസ്ഥികൾ വെറുതെ വിടാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ വിൽപത്രം. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഭാഗം ഇതാണ്: തന്റെ രണ്ടാമത്തെ മികച്ച കിടക്ക ഭാര്യ ആനി ഹാത്വേക്കുള്ളതാണ്. ഈ ഒരു പ്രസ്താവനയുമായി ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ഒന്നാമതായി, അക്കാലത്തെ നിയമം പറയുന്നത് ഒരു ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിന്റെ സ്വത്തിന്റെ 1/3 സ്വയമേവ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ ജീവിതകാലം മുഴുവനും അവരുടെ വീട്ടിൽ അവർക്ക് സുഖമായി ജീവിക്കാം. അതിനാൽ തന്നെ വിൽപത്രത്തിൽ ഇത്തരം ഒരു പ്രസ്താവനയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് ചരിത്രകാരന്മാരുടെ ഇടയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി. ഒരു വീട്ടിലെ ഏറ്റവും മികച്ച കിടക്ക എപ്പോഴും ഗസ്റ്റ് റൂമിലായിരിക്കും സൂക്ഷിക്കുക. ദമ്പതികൾ ഒരുമിച്ച് കിടന്നുറങ്ങിയതും പ്രണയിച്ചതും അവരുടെ കുട്ടികൾ ജനിച്ചതുമായ രണ്ടാമത്തെ മികച്ച കിടക്കയെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള സമ്മാനമായി കാണേണ്ടതാണ്. എന്നാൽ ചിലർ പറയുന്നത് അദ്ദേഹത്തിന് തന്റെ ഭാര്യയുമായുള്ള ദാമ്പത്യം അസന്തുഷ്ടമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ നല്ല കിടക്ക മാത്രം അവർക്കായി അനുവദിച്ചത്. എന്തായാലും തന്റെ മരണം മുന്നിൽ കണ്ട് മരിക്കുന്നതിന് കൃത്യം 1 മാസം മുൻപാണ് വിൽപത്രം തയ്യാറാക്കിയതെന്ന് പിന്നീട് നാഷണൽ ആർക്കൈവ്സിൽ നിന്നുള്ള ഒരു സംഘം എക്സ്റേ ഇൻഫ്രാറെഡ് വിശകലനം വഴി കണ്ടെത്തി. തുടക്കത്തിൽ ഷേക്സ്പിയറിന്റെ രചനകൾ അത്ര ജനപ്രിയമായിരുന്നില്ല. ഒരുപാട് നെഗറ്റീവ് അവലോകനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ ജനം ഷേക്സ്പിയറിനെ ഏറ്റെടുക്കുകയായിരുന്നു. അധികാരത്തിലേറാൻ കൊലപാതക പരമ്പരകൾ നടത്തുന്ന ഒരു സ്കോട്ടിഷ് സേനാനായകനാണ് മാക്ബത്ത്. നമുക്ക് മാക്ബത്തിന്റെ കഥ കേൾക്കാം. സ്കോട്ട്ലൻഡ് രാജാവായിരുന്നു ഡങ്കൻ. വളരെ നല്ലവനും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, മാൽക്കോമും ഡൊണാൾബെയിനും. ഒരിക്കൽ രാജാവിന്റെ ഉറ്റ സുഹൃത്തും ഇഷ്ടക്കാരനുമായ മാക്ഡൊണാൾഡ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളെ കീഴടക്കാൻ തന്റെ 2 സേനാനായകരെ അദ്ദേഹം നിയോഗിച്ചു. അവരാണ് മാക്ബത്തും ബാൻകോയും. മിടുക്കരായ ആ സേനാനായകർ മാക്ഡൊണാൾഡിനെ തോൽപ്പിച്ച് ആഹ്ലാദാരവത്തോടെ തന്റെ സേനകളുമായി തിരികെ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു. കുറച്ചു വഴി പിന്നിട്ടപ്പോൾ സേനാനായകർ കാട്ടിലൂടെയുള്ള കുറുക്കു വഴിയിലൂടെയും മറ്റ് സേനകൾ ശരിയായ വഴിയിലൂടെയും യാത്ര തിരിച്ചു. സമയം സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. മാക്ബത്തും ബാൻകോയും വരുന്ന വഴിയിൽ പെട്ടെന്നതാ മുന്നിൽ 3 ദുർമന്ത്രവാദികൾ പ്രത്യക്ഷപ്പെടുന്നു. നീണ്ട മൂക്കും ഉന്തിയ ദന്തനിരയും കൂർത്ത നഖങ്ങളോട് കൂടിയ ഭീതി ജനിപ്പിക്കുന്ന രൂപങ്ങൾ. അവരിൽ ഒരാൾ മാക്ബത്തിനോട് പറഞ്ഞു: മാക്ബത്ത്, നിങ്ങൾക്ക് തേൻ ഓഫ് കൗഡർ എന്ന പ്രഭുസ്ഥാനം ലഭിക്കും. കൂടാതെ ഉടൻ തന്നെ സ്കോട്ട്ലൻഡിന്റെ രാജാവാകും. പിന്നീട് ബാൻകോയോട് പറഞ്ഞു: നിങ്ങൾ ഒരിക്കലും സ്കോട്ട്ലൻഡിന്റെ രാജാവാകില്ല, പകരം നിങ്ങളുടെ സന്തതികൾ രാജപരമ്പര ഉണ്ടാക്കും. ഈ പ്രവചനങ്ങൾ നടത്തി കഴിഞ്ഞതും ആ മന്ത്രവാദിനികൾ അപ്രത്യക്ഷരായി. അധികം വൈകാതെ ഡങ്കൻ രാജാവ് മാക്ബത്തിനെ തേൻ ഓഫ് കൗഡർ എന്ന പ്രഭുസ്ഥാനം നൽകി. അപ്പോഴാണ് മന്ത്രവാദിനികളുടെ പ്രവചനം സത്യമാണല്ലോ എന്ന കാര്യം മാക്ബത്ത് ഓർത്തത്. അന്നു മുതൽ മാക്ബത്തിന്റെ ഉള്ളിൽ ദുരാഗ്രഹവും അധികാരമോഹവും വളർന്നു. അന്ന് രാത്രി മാക്ബത്ത് മന്ത്രവാദിനികളുടെ പ്രവചനത്തെ കുറിച്ച് ഭാര്യയോട് സംസാരിച്ചു. ലേഡി മാക്ബത്ത് പറഞ്ഞു: നിങ്ങൾക്ക് രാജാവാകണമെന്നുണ്ടെങ്കിൽ രാജാവിനെ കൊല്ലേണ്ടതായി വരും. അത് കൊട്ടാരത്തിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോട്ടയാണ് അതിനനുയോജ്യമായ സ്ഥലം. അതിന് കൃത്യമായ ഒരു സാഹചര്യം വേണം. രാജാവിനെ വീട്ടിലേക്ക് ക്ഷണിക്കണം. ഇത്രയും ചെയ്താൽ തന്റെ ഭർത്താവിന്റെ സ്വപ്നമായ സിംഹാസനം നേടാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചു. പിറ്റേന്ന് തന്നെ മാക്ബത്ത് കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ കാണുകയും യുദ്ധത്തിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രാജാവ് സമ്മതിച്ചു. അങ്ങനെ സൽക്കാര ദിവസം അടുക്കാറായി. ഒരുക്കങ്ങൾ നടക്കുന്നു. മാക്ബത്ത് അസ്വസ്ഥനാണ്. മനുഷ്യത്വത്തിന്റെ ഒരു കണിക ആ മനസ്സിൽ എവിടെയോ മറിഞ്ഞിരുന്നത് കൊണ്ടാവാം അയാൾ അസ്വസ്ഥനായത്. ഡങ്കൻ എന്റെ രാജാവാണ്, വളരെ നല്ല മനുഷ്യൻ, തന്റെ ബന്ധു. എങ്ങനെ ഞാൻ രാജാവിനെ വധിക്കും? അഥവാ വധിച്ചാൽ അതൊരു മഹാപാപമാകില്ലേ? അയാൾക്കൊരു തീരുമാനമെടുക്കാനായില്ല. രാജാവിന്റെ കാലശേഷമല്ലാതെ തനിക്ക് അധികാരത്തിലേറാനും സാധിക്കില്ല.
അയാൾ തന്റെ എല്ലാ ഉത്കണ്ഠകളും ഭാര്യയോട് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഭാര്യയുടെ വാചക കസരത്തിന് മുന്നിൽ അയാൾ മുട്ടുകുത്തേണ്ടി വന്നു. രാജാവിന്റെ മരണശേഷമല്ലാതെ അധികാരത്തിലേറാൻ മറ്റു വഴിയൊന്നുമില്ലെന്ന് അയാളുടെ ഭാര്യ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം രാജാവും പ്രഭുക്കന്മാരും മറ്റു പൗരപ്രമാണികളും ക്ഷണം സ്വീകരിച്ച് ആ കോട്ടയിലെത്തി. സദ്യയും വിനോദങ്ങളും രാത്രി ഏറെ വൈകിയാണ് അവസാനിച്ചത്. പ്രഭുക്കന്മാരും പൗരപ്രമാണികളും തിരിച്ചുപോയി. എന്നാൽ രാജാവിനായി അവർ മാക്ബത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ തയ്യാറാക്കി വെച്ച പ്രത്യേക മുറി കിടക്കാനായി തുറന്നു കൊടുത്തു. സാധാരണയായി ഒരു രാജാവ് വേറെ എവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അവിടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്താറുള്ളത്. എന്നാൽ മാക്ബത്തിന്റെ കോട്ടയിൽ മാക്ബത്തും മാക്ബത്തിന്റെ ഭാര്യയും ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ശക്തമായ കാവലിന്റെ ആവശ്യമില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മാക്ബത്തും മാക്ബത്തിന്റെ ഭാര്യയും രാജാവും മാത്രം ആ കോട്ടയ്ക്കുള്ളിൽ അന്ന് രാത്രി തങ്ങുന്നു. രാത്രി ഏകദേശം 10-10:30 അടുത്ത് കാണും. എല്ലാവരും ഉറങ്ങി. പക്ഷെ ആ കോട്ടയിൽ രണ്ടു പേർ മാത്രം ഉറങ്ങിയില്ല, മാക്ബത്തും ലേഡി മാക്ബത്തും. മാക്ബത്ത് തന്റെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവന്റെ മനസ്സ് കടുത്ത സംഘർഷത്തിലായിരുന്നു. അവൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി: ഡങ്കൻ രാജാവ് വളരെ നല്ലൊരു മനുഷ്യനാണ്, പോരാത്തതിന് എന്റെ ബന്ധു, ഞാൻ എങ്ങനെ ഈ മനുഷ്യനെ വധിക്കും? അയാൾ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ അതേസമയം ലേഡി മാക്ബത്ത് രാജാവിനെ വധിക്കേണ്ടതിനെ കുറിച്ചും സിംഹാസനം സ്വന്തമാക്കേണ്ടതിനെ കുറിച്ചും സ്വന്തം ഭർത്താവിനോട് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അസ്വസ്ഥ ചിത്തനായ മാക്ബത്തിന്റെ ധൈര്യം ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ലേഡി മാക്ബത്ത് അവനെ ധൈര്യപ്പെടുത്താനായി വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു: ഇന്നാണ് അതിനു പറ്റിയ ഏറ്റവും നല്ല ദിവസം. അങ്ങേക്ക് സിംഹാസനം സ്വന്തമാക്കണ്ടേ? എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലൂ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യൂ. രാജാവിന്റെ കൂടെ വന്ന 2 ഭൃത്യന്മാരെ മയക്കുമരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും സമയം കളയാനില്ല. മറ്റൊരവസരം ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് ആ വിധി അങ്ങ് നടപ്പിലാക്കണമെന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് കത്തിയുമായി ലേഡി മാക്ബത്ത് രാജാവിനെ ലക്ഷ്യമായി നടന്നപ്പോൾ അവളിൽ നിന്ന് ആ കത്തി തട്ടിയെടുത്ത് മാക്ബത്ത് രാജാവിന്റെ നെഞ്ചിന് നേരെ നീങ്ങി കുത്തി മുറിവേൽപ്പിച്ച് അദ്ദേഹത്തെ വധിക്കുന്നു. അതെ, ഡങ്കൻ രാജാവ് മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു കൂസലുമില്ലാതെ മാക്ബത്ത് സ്വന്തം മുറിയിലേക്ക് പോയി. എന്നാൽ പതിവില്ലാത്തതിലും വിധം പക്ഷികളും മൃഗങ്ങളും കോട്ടയ്ക്ക് പുറത്ത് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പലതരം വികൃതമായ ശബ്ദങ്ങൾ, കൊടുങ്കാറ്റ്. പലരും ഉറക്കത്തിൽ പല ദുസ്വപ്നങ്ങളും കണ്ട് ഞെട്ടി ഉണരുകയാണ്. എന്നാൽ മാക്ബത്ത് മുറിയിലെത്തി ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല. മാക്ബത്ത് രാജാവിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ ആ കത്തി, രക്തം പുരണ്ട ആ കത്തി ലേഡി മാക്ബത്ത് രാജകിങ്കരന്മാരുടെ ഇടയിൽ കൊണ്ടിട്ടു. ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞു കാണും. രാജാവിന്റെ ഉപദേഷ്ടാക്കളിൽപ്പെട്ട മാക്ഡോഫും ലെനോക്സും മാക്ബത്തിന്റെ കോട്ടയുടെ വാതിൽ മുട്ടിവിളിച്ചു. അവർ രാജാവിന്റെ സുഖക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവർ രണ്ടുപേരും ചെന്ന് രാജാവിന്റെ മുറി തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന രാജാവിനെ കണ്ടത്. അവരാണ് രാജാവിന്റെ മരണവാർത്ത ലോകത്തെ അറിയിച്ചത്. ആ അർദ്ധരാത്രി രാജാവിന്റെ മരണം കേട്ട നഗരം ഉണർത്തെണീക്കുകയും സംഭ്രമചിത്തരായ ജനങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലുള്ളവർക്കാകട്ടെ ഇതൊരു ഇടിവെട്ടലായിരുന്നു. രാജാവിന്റെ മരണവിവരം ഭൃത്യന്മാർ പറഞ്ഞ് മാക്ബത്ത് അറിഞ്ഞു. എന്നാൽ ദേഷ്യം അഭിനയിച്ച മാക്ബത്ത് ആകട്ടെ ആ ഭൃത്യന്മാരെ അപ്പോൾ തന്നെ വധിച്ചു കളഞ്ഞു. എന്നാൽ തുടക്കം മുതൽക്കേ മാക്ബത്തിന് സംശയമുണ്ടായിരുന്ന 2 പേരായിരുന്നു രാജാവിന്റെ 2 ആൺമക്കൾ, മാൽക്കോമും ഡൊണാൾഡ് ബെയ്നും. ബന്ധുത്വം വഴി അടുത്ത രാജാവാകാൻ സാധ്യത മാക്ബത്തിനാണെന്ന് മനസ്സിലാക്കിയ അവർ 2 പേരും ഇംഗ്ലണ്ടിലേക്കും അയർലൻഡിലേക്കും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അങ്ങനെ അടുത്ത രാജാവായി മാക്ബത്തിനെ അവരോധിക്കപ്പെട്ടു. സിംഹാസനസ്ഥനായ മാക്ബത്തിന് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ അന്നു മുതൽ അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. തന്റെ അപരാധങ്ങൾ മറച്ചു വെക്കാനുള്ള തത്രപ്പാട് ഒരു ഭാഗത്തും സിംഹാസനത്തിൽ നിലയുറപ്പിക്കാനുള്ള ശ്രമം മറുവശത്തും. ഈ രണ്ടും കൂടെ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ലേഡി മാക്ബത്ത് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അന്ന് ദുർമന്ത്രവാദിനികൾ പ്രവചിച്ചതനുസരിച്ച് ബാൻഡതി പരമ്പരകളായിരിക്കും ഇനി രാജ്യം ഭരിക്കുക എന്ന കാര്യം അവർ ഓർത്തെടുത്തു. അതുകൊണ്ട് തന്നെ ബാൻകോയെ ഭയക്കണം എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കി. അവരുടെ ബുദ്ധിയിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആശയം ബാൻകോയെ വധിക്കുക എന്നുള്ളതാണ്.
തൊട്ടടുത്ത ദിവസം തന്നെ അവർ ബാങ്കോയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. സൽക്കാരങ്ങൾ പൊടിപൊടിക്കുകയാണ്. പ്രഭുക്കന്മാരുണ്ട്, പൗരപ്രമാണികളുണ്ട്, എല്ലാവരും ബാൻകോയെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ വഴിയിൽ എവിടെയോ വെച്ച് ബാൻകോയും അദ്ദേഹത്തിന്റെ മകനും മാക്ബത്ത് പറഞ്ഞുവിട്ട കൊലപാതകികളാൽ ആക്രമിക്കപ്പെടുകയാണ്. അതിൽ ബാങ്കോ മരിക്കുകയും മകൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഒന്നും അറിയാത്ത മട്ടിൽ മാക്ബത്ത് തന്റെ സുഹൃത്തുക്കളും പ്രഭുക്കന്മാരും എല്ലാവരുമായി സമയം ചിലവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഭക്ഷണത്തിനുള്ള സമയമായി. ബാൻകോയെ കാണാനുമില്ല. എങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. വലിയൊരു വട്ടമേശയുടെ ചുറ്റുമായി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. അതിൽ ബാൻകോയുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ബാൻകോയെ സ്മരിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തന്റെ എതിർവശത്ത് ബാൻകോയ്ക്കായി ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥാനത്ത് ബാൻകോ ഇരിക്കുന്നതായി മാക്ബത്ത് കാണുന്നത്. ബാൻകോയെ വധിക്കാൻ ആളെ വിട്ടിട്ടും മരിച്ചു എന്ന വാർത്ത ലഭിച്ചിട്ടും പിന്നെയും ബാൻകോ സ്വന്തം കൺമുന്നിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ മാക്ബത്ത് അസ്വസ്ഥനായി. അദ്ദേഹം അലറി വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. കടന്നുപോ, നീ എന്റെ ശത്രുവാണ്, ഞാൻ നിന്നെ വിടില്ല. ഇത് പറഞ്ഞ് അയാൾ അക്രമാസക്തനായി. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ബാക്കി പ്രഭുക്കന്മാരും സുഹൃത്തുക്കളും മറ്റെല്ലാവർക്കും ഇതിനൊരു അസ്വാഭാവികത ഉള്ളതായും തോന്നുകയും അവർ മാക്ബത്തിനെ സംശയിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം മാക്ബത്തിന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സമർത്ഥിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് അത് വിശ്വസിക്കാനായില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട ആ മന്ത്രവാദിനികളെ വീണ്ടും കാണാൻ അയാൾ തീരുമാനിക്കുകയാണ്. പക്ഷേ ആ സൽക്കാരവേളയിലെ മാക്ബത്തിന്റെ പെരുമാറ്റം എല്ലാവരിലും സംശയം ഉളവാക്കി. കൂട്ടത്തിൽ മാക്ഡോഫിനും ലെനോക്സിനും മാക്ബത്തിൽ ഉണ്ടായിരുന്ന സംശയം വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് അവർ കൂടുതൽ പരിഭ്രാന്തരായി. അങ്ങനെ മാക്ബത്ത് ദുർമന്ത്രവാദിനികളെ കാണാനായി ആ കൊടുങ്കാടിലേക്ക് യാത്ര തിരിച്ചു. മന്ത്രവാദിനികൾ മാക്ബത്തിന് പ്രത്യക്ഷപ്പെട്ടു. അവരിൽ ഒരാൾ മാക്ബത്തിനോട് പറഞ്ഞു, മാക്ഡഫിനെ സൂക്ഷിക്കുക. അതുപോലെ മറ്റൊരു പ്രവചനം നടത്തിയത് ഇതാണ്: ഒരമ്മ പ്രസവിച്ച മക്കൾ ആരും തന്നെ നിന്നെ വധിക്കില്ല. അവസാനമായി വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതായത് ബിർണ കാടുകൾ എന്നാണോ നടന്നു നീങ്ങി നിന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത് അന്നുവരെയും നീ സുരക്ഷിതരായിരിക്കും എന്നാണ്. ഇത് പറഞ്ഞതിനു ശേഷം ഭീകരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. പക്ഷികൾ പറന്നകുന്നു. മൊത്തത്തിൽ ഒരു ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടായി. മാക്ബത്ത് തിരിച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ മാക്ബത്ത് കാടിനുള്ളിൽ വെച്ച് നടന്ന സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഒരമ്മ പ്രസവിച്ച മക്കൾ ആരും തന്നെ വധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആത്മവിശ്വാസവും അതിലേറെ അഹങ്കാരവും അവനിൽ ജനിച്ചു. അത് മാത്രമല്ല, ബാൻകോയുടെ സന്തതി പരമ്പരകൾ തന്റെ സിംഹാസനത്തിലേറും എന്നുള്ള ആ പ്രവചനം അദ്ദേഹത്തിന് ഒരു അനിശ്ചിതാവസ്ഥ മനസ്സിൽ സൃഷ്ടിച്ചു. യാത്രാമധ്യേ മാക്ബത്തിന്റെ ഏതാനും ചില ഉദ്യോഗസ്ഥർ മാക്ബത്തിനെ കാണുകയും ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അത് ഇതാണ്: ഇംഗ്ലണ്ടിലേക്ക് രക്ഷപ്പെട്ട മാക്ഡോഫും മാൽക്കോമും. മാക്ഡോഫ് അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാരിൽ ഒരാളായിരുന്നു. മാൽക്കോം ഡങ്കൻ രാജാവിന്റെ മകനാണ്. ഇവർ രണ്ടുപേരും വലിയൊരു സൈന്യത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. ഇതറിഞ്ഞ് രോഷം പൂണ്ട മാക്ബത്ത് മാക്ഡോഫിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം, അതായത് ഭാര്യയെയും മക്കളെയും നിഷ്കരുണം കൊലപ്പെടുത്തി. എന്നാൽ ഇതേ സമയം രാജ്യത്താകമാനം രണ്ട് ചേരികളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടലുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാക്ബത്തിനെ അനുകൂലിക്കുന്നവരും മാക്ബത്തിന്റെ ദുഷ്ടപ്രവർത്തികളും ചതിയും മനസ്സിലാക്കിയവരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ കലാപങ്ങൾ മാക്ബത്തിന്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് പോയി. മാക്ബത്ത് അങ്ങേയറ്റം ചിന്താകുലനായി കാണപ്പെടാൻ തുടങ്ങി. വളരെയധികം അസ്വസ്ഥനാണ്. ആരോടും സംസാരിക്കുന്നില്ല, ആരെയും വിശ്വസിക്കുന്നില്ല, ആരെയും സ്നേഹിക്കാനും പറ്റുന്നില്ല. സദാസമയവും സ്വന്തം മുറികളിൽ അടച്ചിട്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ മോശം അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടേത്. വേഷഭൂഷാദികളിലും ആഭരണത്തിലും വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ലേഡി മാക്ബത്ത് ഇപ്പോൾ തന്റെ ദിനചര്യകളെ പോലും മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. താനാണ് ഡങ്കൻ രാജാവിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. താനാണ് രാജാവിന്റെ രക്തം പുരണ്ട കത്തി കയ്യിലെടുത്തത്. ഇത്തരം ചിന്തകൾ ലേഡി മാക്ബത്തിനെ നിരന്തരമായി വേട്ടയാടാൻ തുടങ്ങി. ഇടയ്ക്ക് അവർ പേടിച്ച് നിലവിളിക്കും. ഇടയ്ക്ക് ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ തന്നെത്താൻ പിറുപിറുത്തുകൊണ്ടേയിരിക്കും. ശരിയാണ്, ഈ കൈകൾ നിറയെ ചോരയാണ്. അറേബ്യയിലെ മുഴുവൻ സുഗന്ധങ്ങൾ കൊണ്ടുവന്നാലും ഈ രക്തത്തിന്റെ ഗന്ധം മാറുകയില്ല, അവൾ അവളോട് തന്നെ പറയാൻ തുടങ്ങി. മാക്ബത്തിനോ വേറെ ഏതെങ്കിലും ഒരു വൈദ്യനോ ലേഡി മാക്ബത്തിനെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല.
ഇതിനിടയിൽ മാക്ബത്ത് നല്ലൊരു സൈന്യത്തെ രൂപീകരിക്കാനായുള്ള ഒരു ശ്രമം നടത്തി. ഡങ്കൻ രാജാവിന്റെ പല വിശ്വസ്തരായ സൈനികരും കൂറുമാറിയത് മാക്ബത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, നാട്ടുകാരായിട്ടുണ്ടായിരുന്ന ആരും തന്നെ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ചേർന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല. ഈ ഒരു സമയത്ത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന മാൽക്കോമും മാക്ഡോഫും വളരെ വലിയ ശക്തനായ ഒരു സൈന്യവുമായി മുന്നോട്ട് നീങ്ങി. എത്ര വലിയ സൈന്യമാണെങ്കിലും ഒരമ്മ പ്രസവിച്ച മക്കളാരും തന്നെ കൊല്ലില്ല എന്ന ആത്മവിശ്വാസത്തിൽ അദ്ദേഹം മാക്ബത്ത് താൻ തന്നെയായിരിക്കും ഇനിയും രാജാവായി വാഴുന്നതെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം മറന്ന് ജീവിക്കാൻ തുടങ്ങി. രാജ്യകാര്യങ്ങൾ ഒന്നും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഏതാനും പട്ടാളക്കാരും മാക്ബത്തും ഒരു കൊട്ടാരവും മാത്രമായി. ഇതിനിടയിൽ മാക്ബത്തിന്റെ ഭാര്യ ലേഡി മാക്ബത്ത് ആരും അറിയാതെ ഒരു ദിവസം ഒരു ദുർബല നിമിഷത്തിൽ ഒരു കത്തിയെടുത്ത് സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി മരണമടഞ്ഞു. ഇതോടുകൂടി മാക്ബത്ത് ഒന്നുകൂടി രോഷാകുലനാവുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ നിന്ന് മാക്ഡോഫിന്റെയും മാൽക്കോമിന്റെയും സൈന്യം മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ യാതൊരു തരത്തിലുള്ള പേടിയും മാക്ബത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു സൈനികൻ ഓടി വന്ന് മാക്ബത്തിനോട് പറയുന്നത്, പ്രഭോ, ആ ബിർനാം കാടുകൾ ഇതാ നടന്നു നീങ്ങി മുന്നോട്ട് വരികയാണ്, നമ്മുടെ കൊട്ടാരത്തിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാക്ബത്ത് പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം, ഇതെങ്ങനെ സംഭവിക്കുന്നു? അയാൾ അങ്ങനെ പ്രതിവചിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങി. മാക്ഡോഫും മാൽക്കോമും ബിർനാം കാടുകളിലാണ് ഒളിച്ചിരുന്നത്. രാവിലെ സൈന്യത്തിനോട് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ മാക്ഡോഫ് ഇതും പറഞ്ഞു, അതായത് നിങ്ങൾ എല്ലാവരും ഓരോ മരക്കൊമ്പുകൾ മുന്നിൽ മറയായി പിടിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. കാരണം നമ്മൾ എത്ര പേരുണ്ടെന്ന് മാക്ബത്ത് ഒരു കാരണവശാലും അറിയാൻ പാടില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഓരോ ഭടന്മാരും മരച്ചിലയെ മറയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ബിർനാം കാടുകൾ രാജകൊട്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തുന്നതായി സൈനികന് തോന്നിയത്. അങ്ങനെ മാക്ബത്തും മാക്ഡോഫിന്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു. വെട്ടി വീഴ്ത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാക്ബത്ത് അവസാനം മാക്ഡോഫിന്റെ മുന്നിൽ എത്തിപ്പെടുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസവും അതിലേറെ അഹങ്കാരവുമുള്ള മാക്ബത്ത് അഹന്ത നിറഞ്ഞ സ്വരത്തിൽ മാക്ഡോഫിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരമ്മ പ്രസവിച്ച മക്കൾക്കാർക്കും തന്നെ എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിന് മറുപടിയായി മാക്ഡോഫ് പറഞ്ഞു, മാക്ബത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എന്റെ അമ്മയുടെ പ്രസവത്തിലൂടെയല്ല പുറത്തു വന്നത്, പകരം അമ്മയുടെ വയർ കീറി മുറിച്ചാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അന്ത്യം എന്റെ കൈകൾ കൊണ്ടാണെന്ന് അദ്ദേഹം ആക്രോശിച്ചു. ഇരു സൈന്യങ്ങളും തമ്മിലുള്ള യുദ്ധം മുറുകുകയാണ്. ക്രോധാകുലനായ മാക്ബത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. മാക്ഡോഫിന് വകവരുത്താൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കുതിച്ചു ചാടിയ മാക്ബത്തിനെ പക്ഷേ ഇതിനോടകം മാക്ഡോഫിന്റെ വാൾ മാക്ബത്തിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറങ്ങുകയായിരുന്നു. മാക്ബത്ത് വീണു. അങ്ങനെ മാക്ബത്ത് ഒരു ഓർമ്മയായി മാറുന്നു. പിന്നീട് മാക്ബത്തിന്റെ തല വെട്ടിയെടുത്ത് മാക്ഡോഫ് കൊട്ടാരത്തിലേക്ക് യാത്രയാവുന്നു. പിന്നീട് സ്കോട്ട്ലൻഡിന്റെ ഭരണം നടത്തിയത് ഡങ്കന്റെ മകനായ മാൽക്കോം ആയിരുന്നു. ഈ യുദ്ധത്തിന് മാക്ഡോഫിനൊപ്പം നേതൃത്വം നൽകിയ ആളായിരുന്നു മാൽക്കോം. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി